ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതുപുത്തൻ വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ മാത്രം നിങ്ങൾ കാണുന്ന പുട്ടൺ സ്ലോ ചാനലാണ്. സോ എല്ലാവർക്കും നമ്മുടെ പുതുപുത്തൻ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്കിവിടെ കാണാം, പുതിയ ഒരു വാച്ച് ഞാൻ ഓർഡർ ചെയ്തതാണ്. നിങ്ങൾക്കിവിടെ കാണാൻ അത്യാവശ്യം ലുക്കും അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി അത്യാവശ്യം ഡിസൈനും ഒക്കെ ഉള്ള സംഭവമാണ്. സോ നമുക്ക് ഇതിനെക്കുറിച്ച് നന്നായിട്ടൊന്ന് കണ്ട് ജസ്റ്റ് ഒരു ഫസ്റ്റ് ഇംപ്രഷനാണ്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നമ്മുടെ വാച്ചിലോട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതാണ് നമ്മുടെ വാച്ച്. സോ അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി അത്യാവശ്യം സംഭവങ്ങളും എല്ലാം വരുന്ന നല്ലൊരു വാച്ചാണ് നിങ്ങൾക്കിവിടെ കാണാം. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ സൗണ്ട് കേൾക്കാം. മെറ്റൽ ആയതുകൊണ്ട് തന്നെ ഒരു ജിംഗ്ലിങ് സൗണ്ട് അത് തന്നെ ആ ഒരു സൗണ്ട് വരും എന്ന് പറയുമ്പം നല്ല ഒരു ചെറിയൊരു സൗണ്ട് വരും. സോ അത് ചുമ്മാ കേൾപ്പിച്ചെന്നേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്മാർട്ട് വാച്ച് അല്ല, നിങ്ങൾക്കിത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. പിന്നെ ഇതെന്ന് പറയുന്നത് പൈറാസോ അല്ലെങ്കിൽ പിറാസോ, അതിൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റാണോ എന്നറിയത്തില്ല. PIRASO പൈറാസോ എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെ വാച്ചാണ്. RSSL 24 ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു മോഡലാണ്. കോപ്പർ സിൽവർ കളർ വേരിയൻ്റാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. സോ ഇതിൻ്റെ MRP ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്നത് 2599 ആണ് എന്ന് പറയുമ്പോൾ 2600. പക്ഷെ ഞാനിത് വാങ്ങിയിരിക്കുന്നത് 355 രൂപയ്ക്കാണ്. സോ വാല്യൂ ഫോർ മണി എന്ന് പറയാം. ഞാൻ ഇത് വാങ്ങിയിട്ട് ഇന്ന് വന്നതേ ഉള്ളൂ. സോ ജസ്റ്റ് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ അൺബോക്സിങ് റിവ്യൂ ആയിട്ട് എടുക്കുന്നില്ല. റിവ്യൂ ഞാൻ ഒരു മാസം 2 മാസം കഴിയുമ്പോൾ എപ്പോഴെങ്കിലും കേട്ടുമായിരിക്കും. സോ നല്ലൊരു വാച്ചാണ്, നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. മെറ്റൽ സ്ട്രാപ്പാണ്, നിങ്ങൾക്കത് അറിയാം. നിങ്ങൾക്ക് ഒരു സൗണ്ട് കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. സോ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുമ്പം ഇതിൻ്റെ സ്ട്രാപ്പ് മെറ്റലാണ്. പിന്നെ ഇതിനകത്ത് ഡേറ്റ് ടൈം വരുന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഡേറ്റും ടൈമും വരുന്ന മെറ്റൽ സ്ട്രാപ്പും ലുക്കുള്ളതും ഒക്കെ കാണും. സോ നിങ്ങൾക്ക് അതും സജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ കുറച്ചുകൂടെ വാല്യൂ ഫോർ മണി ആയിട്ടുള്ള വാച്ചസിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അത് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. പിന്നെ ഞാൻ ഇത് ഓർഡർ ചെയ്തതുകൊണ്ട് ഞാൻ പിന്നെ അതിലോട്ട് പോയില്ല, ഇത് തന്നെ മേടിച്ചു. സോ ഇത് അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി നല്ല ഡിസൈനൊക്കെ ഉള്ളതാണ്. എനിക്കിത് കണ്ടപ്പോൾ തന്നെ ഒരു സ്പെഷ്യാലിറ്റി, ഒരു ലുക്ക് ഫീൽ ചെയ്തു. എന്ന് പറയുമ്പോൾ നമ്മളിത് ഒരാൾ ഫസ്റ്റ് ടൈം ഇത് കാണുമ്പം 355 രൂപയുടെ സാധനമാണെന്ന് പറയുമോ എന്ന് പറയുമ്പം ഇത് ഫസ്റ്റ് കാണുമ്പോൾ ഇത് 355 രൂപയേ ഉള്ളൂ എന്ന് ചോദിക്കുമായിരിക്കും. സോ അതുകൊണ്ട് ആണ് ഞാനിത് വാങ്ങിയത്. ഈ പ്രൈസ് റേഞ്ചിൽ തന്നെ ഇതേ ലുക്കുള്ള പല വാച്ചസും ഉണ്ട്. പിന്നെ പൈറാസോയുടെ ഞാൻ വാങ്ങിയത് എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ ഈ ഒരു പൈറാസോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു വാച്ചുണ്ട്. സോ അത് വെച്ചാണ് ഞാൻ ഈ സംഭവം വാങ്ങിയത്. സോ ഇതിൻ്റെ സൈഡിലുള്ള ഈ ക്രൗൺ മാത്രമാണ് വർക്കിംഗ്. നിങ്ങൾക്ക് കിടക്കണം, ക്രൗൺ മാത്രം വർക്കിംഗ് ആണ്. ബാക്കി 2 ബട്ടൺസും ജസ്റ്റ് ഒരു ഷോയ്ക്ക് വേണ്ടി വെച്ചേക്കുന്നതാണ്. പിന്നെ ഇതിനകത്തെ 3 സ്മോൾ ഡയൽസ് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം, അതും ചുമ്മാ ഷോയ്ക്ക് വേണ്ടി വെച്ചേക്കുന്നതാണ്. പിന്നെ ഇതിനകത്ത് വർക്കിംഗ് ആയിട്ടുള്ള നമ്മുടെ ഈ സംഭവം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ്ങിലോട്ട് വരുമ്പോൾ ഇതിൻ്റെ ബോക്സിൽ ആദ്യം തന്നെ നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പം നമുക്കിതിൽ ഒരു ബ്ലാക്ക് ഫോം കിട്ടും, ബ്ലാക്ക് സ്പോഞ്ച് ഫോം. സോ അത് മാറ്റി കഴിയുമ്പോൾ നമുക്കിതിൻ്റെ വാറണ്ടി കാർഡ് കിട്ടും. വാറണ്ടി കാർഡും ചെറിയൊരു കാർഡേ ഉള്ളൂ. പിന്നെ അധികം ഇതിനകത്തൊന്നുമില്ല. നമുക്കിതിനകത്ത് പിന്നെ എങ്ങനെ ഹൗ ടു സെറ്റ് ദ ടൈം, ഡേറ്റ് അതൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഡേറ്റ് ആൻഡ് ടൈം ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ അത് തുറന്നു കഴിയുമ്പോൾ നമുക്കിതിൻ്റെ വാച്ച് കാണാം. പിന്നെ അതും നമ്മളുടെ ഈ ബ്ലാക്ക് ഫോമിലാണ് വരുന്നത്. ബ്ലാക്ക് ഫോം ഒരു സേഫായിട്ട് വെച്ചിട്ട് തന്നെയാണ് വരുന്നത്. സോ സേഫ്റ്റിയുടെ കാര്യത്തിൽ കോംപ്രമൈസ് ഒന്നുമില്ല, നല്ല സേഫ് ആൻഡ് നീറ്റ് പാക്കേജിങ് ആണ്. പിന്നെ ഇതിൻ്റെ ബോക്സിൽ പ്രത്യേകിച്ചൊന്നും കൊടുത്തിട്ടില്ല. പൈറാസോ വാച്ച്, പൈറാസോ അതിൻ്റെ ബ്രാൻഡിങ് മാത്രമേ ഉള്ളൂ. പിന്നെ പൈറാസോയുടെ യൂട്യൂബിൻ്റെ എന്തൊക്കെയോ കൊടുത്തിട്ടുണ്ട്. സോ അത്രയൊക്കെ ഉള്ളൂ അൺബോക്സിങ്ങിനകത്ത് ഉള്ളത്. പിന്നെ ഇതിൻ്റെ സ്ട്രാപ്പിലോട്ട് വരുവാണെങ്കിൽ സ്ട്രാപ്പിനകത്ത് നിങ്ങൾക്ക് ഈ ഒരു സംഭവം കണ്ടോ, ഈ ഒരു സംഭവത്തിനകത്ത് നമുക്ക് ഈ സ്ട്രാപ്പ് നമുക്ക് തന്നെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ സ്ട്രാപ്പിനകത്ത് നമുക്ക് ഈ ഒരു ചെറിയൊരു ഹോള് കണ്ടോ, ഈ ഹോളിനകത്തോട്ട് നമുക്കൊരു സ്ക്രൂ ഡ്രൈവറെ കയറ്റി ഇത് ഓപ്പൺ ചെയ്യാം. നമുക്കൊരു സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ ആ സ്ക്രൂ ഡ്രൈവർ വെച്ച് ഇത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം.
ഞാനിത് മേടിച്ചപ്പോൾ ഈ സംഭവം ഇവിടാണ് കിടന്നത്. ഇതിപ്പോൾ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഇതിപ്പോൾ ഇവിടെ ആക്കിയേക്കുന്നത്. ഇത് ഞാൻ മേടിച്ചപ്പോൾ ഇത് ഇവിടെ ആയിരുന്നു. സോ നിങ്ങൾക്കിത് ഞാൻ തന്നെയാണ് ഇതിപ്പം അഡ്ജസ്റ്റ് ചെയ്തത്. നമുക്കിപ്പോൾ കടയിലോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. സോ ഇത് സിമ്പിളായിട്ട് ഒരു സ്ക്രൂ ഡ്രൈവർ എടുക്കുക. ഈ ഒരു ഹോളിനകത്തോട്ട് നമുക്കിത് കയറ്റി ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്കിത് പുഷ് ചെയ്താൽ മതി. നമുക്കിത് എങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളതങ്ങോട്ട് പുഷ് ചെയ്യുക. അപ്പോൾ എന്നിട്ട് നമ്മളിത് അടച്ചു വെക്കുക. നമുക്ക് ആ അടയ്ക്കാൻ കുറച്ച് പാടായിരിക്കും. സ്ക്രൂ ഡ്രൈവർ വെച്ച് തന്നെ നമ്മളിത് ക്ലോസ് ചെയ്യുക. എന്നിട്ട് സാധാരണ ഇടുന്ന പോലെ ഇട്ട് വയ്ക്കുക. സോ സിമ്പിളാണ്, ഹമ്പിളാണ്, വാല്യൂ ഫോർ മണിയാണ്. നമുക്കിതിൻ്റെ റിവ്യൂ ഞാനൊരു 1 മാസം കഴിഞ്ഞിട്ട് ഇതിൻ്റെ കണ്ടീഷൻ വെച്ചത് ഒരു റിവ്യൂവും കൂടി ഇടുന്നതായിരിക്കും. സോ ഇതിപ്പോൾ ഒരു ഷോർട്ട് വീഡിയോ ആണ്. സോ അടുത്ത വീഡിയോ വരെ ബൈ ബൈ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെൽ ബട്ടൺ ലഭിച്ചെടുത്തോളത്ത് സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോ വരെ ബൈ ബൈ.